ഇപ്പോൾ നമ്മൾ കാണുന്നത് ചെങ്കീരിയെയാണ്. ആൾ ഫുഡൊക്കെ തപ്പി ഇങ്ങനെ നടക്കുകയാണ്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് വിശ്രമിക്കുന്നൊരു ഇതിൽ നമ്മൾ കുറച്ച് മാൻ്റെ കൂട്ടങ്ങളൊക്കെ കണ്ട്. പിന്നെ ആന ക്രോസ് ചെയ്യാൻ നിൽക്കുകയാണ് റോഡ്. അടിപൊളിയായിട്ടുള്ളൊരു കാഴ്ച നമുക്ക് കാണാം. കർണാടകയുടെ ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ ചെക്ക് പോസ്റ്റിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മളിനി നേരെ പോകുന്നത് ബന്ദിപ്പൂർ ടൈഗർ റിസർവും മുതുമല ടൈഗർ റിസർവും ഒക്കെ കടന്ന് ഗൂഡല്ലൂർ ഭാഗത്തേക്കാണ് പോകുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 2 മണി ആവാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും പോയി നോക്കാം. ഇപ്പോൾ ഒരു കാടൊക്കെ ഒന്നായിട്ട് പച്ചപ്പായതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ മൃഗങ്ങളൊക്കെ കാണുമെന്ന് പ്രതീക്ഷിക്കാം. കാടിൻ്റെ ചെക്ക് പോസ്റ്റ് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളെ വണ്ടിയിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക് കുപ്പികളോ അല്ലെങ്കിൽ കവറുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ നിക്ഷേപിച്ചിട്ട് വേണം പോവാൻ. അതിനിവിടെ പ്രത്യേകം ആളുകളൊക്കെ നിൽക്കുന്നുണ്ട്. ഈ ഒരു മൂടിക്കെട്ടിയൊരു ഈ ഒരു ക്ലൈമറ്റിൽ കാട്ടുകൂടെ യാത്ര ചെയ്യുമ്പോൾ അതൊരു വേറൊരു നേക്കാട്ടാണ്. കാടൊക്കെ നല്ല പച്ചപ്പായിട്ട് മൃഗങ്ങളെയൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഏതായാലും പോവാം. അപ്പോൾ നമ്മൾ ചെക്ക് പോസ്റ്റ് കടന്ന ഉടനെ തന്നെ നമുക്ക് ഫസ്റ്റ് സൈറ്റിംഗ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് കുറച്ച് മാനുകളെയാണ്. കുറച്ച് ദൂരത്താണ്, നല്ല നമുക്ക് അത്യാവശ്യം ക്ലിയർ ആയിട്ട് കാണാം. ഇപ്പോൾ ഈ ഒരു മഴ പെയ്ത ഒരു സീസണൊക്കെ ആകുമ്പോൾ കാടിൻ്റെ 2 റോഡ് സൈഡൊക്കെ ആയിട്ട് നല്ല പച്ചപ്പായതുകൊണ്ട് തന്നെ നമുക്ക് റോഡ് സൈഡിൽ അത്യാവശ്യം നല്ല മാനുകളെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോഴൊരു സീനറി കണ്ടില്ല, എന്താ നേക്ക്. നടുവ് കൂടി ഇങ്ങനെ റോഡ്, അതിൻ്റെ 2 സൈഡിലും നല്ല പച്ചപ്പ്. ഈ ഒരു വെയിലൊന്നും ഇല്ലാത്തൊരു ക്ലൈമറ്റ് ആകുമ്പോൾ പ്രത്യേക ഒരു ഭംഗിയിട്ട് അതിന്. രാവിലെയും വൈകുന്നേരവുമാണ് ഈ റൂട്ടിലൂടെയൊക്കെ കൂടുതൽ വണ്ടികൾ പാസ് ചെയ്യണത്. ഉച്ചക്കും എല്ലാ സമയത്തും വണ്ടികൾ ഉണ്ടാവും, പക്ഷെ ഓവറായിട്ട് വണ്ടികൾ പാസ് ചെയ്യുന്ന സമയം രാവിലെയും അതുപോലെ തന്നെ വൈകുന്നേരമാണ്. ഇപ്പോൾ നമ്മളെ ഫ്രണ്ടിൽ കാണുന്ന നേരെ പോകുന്ന റോഡ് മുതുമല ടൈഗർ റിസർവ് ഭാഗത്തുനിന്ന് വരുന്ന വണ്ടികളൊക്കെ വരുന്നത് ഇതിലാണ്. പക്ഷേ നമ്മൾ ഈ ബന്ദിപ്പൂർ ചെക്ക് പോസ്റ്റ് കടന്ന് പോകുന്നവരൊക്കെ ഇങ്ങനെ ഇവിടുന്ന് ലെഫ്റ്റ് കട്ട് ചെയ്തിട്ട് നേരെ പോകണം. അതായത് ഈ ഒരു വണ്ടികളുള്ള ബ്ലോക്കൊക്കെ ഒഴിവാക്കാനായിട്ട് ഒരു റോഡ് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് നല്ല ബ്ലോക്കൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ പോകാൻ പറ്റും. റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ ഒരുപാട് കൂട്ടം മാനുകൾ പുല്ലൊക്കെ തിന്ന് ഇങ്ങനെ വിശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതൊരു കുന്നാണ്. അപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്ന് നമുക്കിങ്ങനെ ഈ കാഴ്ച കാണുമ്പോൾ വേറൊരു ഭംഗി കേട്ടോ. ഇങ്ങനെ ആയിട്ടുള്ള കാലും തന്നെ ഇങ്ങനെ ഒരു കിടക്കുന്നൊരു കാഴ്ച കാണുമ്പോൾ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഒരു ചുരം മോഡലുള്ള ഒരു സ്ഥലത്ത് കൂടിയാണ്. ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ ഒരു കാഴ്ച കണ്ടില്ല, ഈ ഒരു പച്ചപ്പിൽ എത്ര കണ്ടാലും മതി വരാത്ത രീതിയിലുള്ള ഓരോ സീനറികളാണ് ഈ ഒരു സീസണിലുള്ള ഈ ഒരു ഫോറസ്റ്റത്തെ കാഴ്ചകൾ. കാടിൻ്റെ പച്ചപ്പൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് റോഡിൻ്റെ 2 സൈഡിലും നോക്കി നിൽക്കുന്ന സമയത്താണ് നമുക്കൊരു ചെങ്കീരിയെ കാണാൻ കഴിഞ്ഞത്. കാട്ടിലെ കീരിയാണിത്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരു നമ്മൾ നാട്ടിലൊക്കെ കാണുന്ന കീരിയുടെ കളറല്ല, ഒരു മഞ്ഞയും അതുപോലെ തന്നെ കറുപ്പും ചേർന്നിട്ടുള്ള ഒരു രോമങ്ങളൊക്കെ ഉള്ള ഒരു കളറാണ് ഈ ഒരു കീരിക്കുള്ളത്. നാട്ടിൽ നമ്മൾ കാണുന്ന കീരിനേക്കാളും അത്യാവശ്യം വലുപ്പമുണ്ട് ഈ ഒരു കീരി. അപ്പോൾ ആള് ഫുഡൊക്കെ തപ്പി ഇങ്ങനെ നടക്കുകയാണ്. കീരിയുടെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം നമ്മൾ കുറച്ചും കൂടി ഫ്രണ്ടിൽ പോയപ്പോൾ റോഡ് സൈഡിൽ ഇതാ ഒരു ചെറിയൊരു മാൻകൂട്ടം. ചില മാനുകളൊക്കെ പുല്ലൊക്കെ തിന്ന് ഇങ്ങനെ വിശ്രമിക്കുകയാണ്, ചിലത് പുല്ല് തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എത്ര കണ്ടാലും കാട്ടിൽ നിന്ന് നമുക്കൊരു മതി വരില്ല ഈ മാനുകളുടെ ഭംഗിയൊക്കെ. അപ്പോൾ കുറച്ച് നേരം അവരെ കാഴ്ചകളൊക്കെ കാണാം.
ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ ഉള്ളിൽ നമുക്ക് രാത്രി സ്റ്റേ ചെയ്യാൻ കഴിയുന്ന സ്ഥലമാണിത്. ഇവിടെയാണ് ഇവിടെ ഒരുപാട് റെസ്റ്റ് ഹൗസുകളൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ. നമുക്ക് ഓൺലൈനായിട്ട് വെബ്സൈറ്റിൽ നിന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വന്ന് ഒരു ദിവസം കാടിനുള്ളിൽ സ്റ്റേ ചെയ്യാൻ പറ്റും. കാടിനുള്ളിലെ മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് JCB കൊണ്ട് മണ്ണൊക്കെ മാന്തി വെള്ളം നിൽക്കുന്ന രീതിയിൽ ആക്കിയിട്ടുണ്ട് ഈ ഒരു സ്ഥലം. അവിടെ നമുക്ക് കാണാം കുറച്ച് മാനുകളൊക്കെ. മഴ പെയ്യാത്ത സമയത്തും ഈ ഒരു പ്രദേശത്ത് വെള്ളം ഉണ്ടാവാറുണ്ട്. അപ്പോൾ മൃഗങ്ങൾക്കൊക്കെ വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് ഒന്നും കൂടി ഒരു വിശാലമാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ ഈ ഒരു ഫോറസ്റ്റിലൂടെ ഇതുവരെ യാത്ര ചെയ്തിട്ട് നമുക്കൊരു ആനയെ കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഫൈനലി നമുക്കൊരു ആനയെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പിടിയാനയാണ്, അത്യാവശ്യം വലിപ്പമുള്ളൊരു ആനയാണ്. അപ്പോൾ നമുക്കേതായാലും ആനയുടെ കാഴ്ചകളൊക്കെ കാണാം. കാടിൻ്റെ പച്ചപ്പും പിന്നെ ഇങ്ങനെയുള്ള വന്യമൃഗങ്ങളെയൊക്കെ കാട്ടിൽ നിന്ന് കാണുമ്പോൾ അതൊരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണ്. നടക്കുമ്പോൾ ഇടയ്ക്കിടെ റോഡിൻ്റെ ഭാഗത്തേക്കൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ആള് റോഡ് ക്രോസ് ചെയ്ത് പോകാനുള്ളൊരു സ്ഥിതിയിലാണ് നിൽക്കുന്നത്. നല്ലൊരു അടിപൊളി കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റിയത്. ആന ക്രോസ് ചെയ്യുന്ന ഒരു സീൻ നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റി. അങ്ങനെ ആ ആന കാട്ടിലേക്ക് കയറിപ്പോയി റോഡ് ക്രോസ് ചെയ്തിട്ട്. അപ്പോൾ അടിപൊളി ഒരു കാഴ്ച. കർണാടകയുടെ ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ ഭംഗിയെല്ലാം ആസ്വദിച്ച് നമ്മളിപ്പോൾ മുതുമല ടൈഗർ റിസർവിലേക്ക് കടക്കാൻ നിൽക്കുകയാണ്. അതിൻ്റെ ചെക്ക് പോസ്റ്റാണ് നമ്മളെ മുന്നിൽ കാണുന്നത്. ഏത് ഭാഗത്തേക്ക് നോക്കിയാലും അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് ഈ ഒരു ഫോറസ്റ്റിൽ നിന്നും കാണാൻ കഴിയുന്നത്. നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് മസ്സിനഗുഡിയിലേക്കൊക്കെ പോകുന്ന മുതുമല ടൈഗർ റിസർവിലെ തെപ്പക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെയൊക്കെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ മുന്നിലായിട്ട് തന്നെ ഒരു
ചെറിയൊരു അരുവി വെള്ളം ഒഴുകി പോകുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന ശേഷം നമ്മളിന്ന് നേരെ പോകുന്നത് മസ്സിനഗുഡി ഭാഗത്തേക്കാണ്. മസ്സിനഗുഡി ഭാഗത്തേക്ക് പോകുന്ന ഭാഗത്തുള്ള ഫോറസ്റ്റ് കാഴ്ചകളൊക്കെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. നമ്മളിപ്പോൾ കാടിനുള്ളിലൂടെ കണ്ട റോഡിനേക്കാൾ വളരെ വീതി കുറഞ്ഞ റോഡാണ് ഈ ഒരു മസ്സിനഗുഡി ഭാഗത്തേക്ക് പോകുന്ന റോഡുകളൊക്കെ. എതിരെ വരുന്ന വണ്ടികൾക്ക് നമുക്ക് സൈഡ് കൊടുക്കാൻ ബുദ്ധിമുട്ട് ഉള്ളൊരു സ്ഥലമാണ് ഈ ഒരു ഏരിയകളൊക്കെ. പോകുന്ന വഴിയിൽ കണ്ട മാൻകൂട്ടമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒരുപാട് കൂട്ടങ്ങളായിട്ടുള്ള മാനുകളാണ്. റോഡിൻ്റെ സൈഡിലായിട്ടൊക്കെ ആനകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ റൂട്ടിലൂടെ പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് പെട്ടെന്ന് വണ്ടി തിരിച്ച് ബാക്കോട്ട് പോരാനൊന്നും പറ്റാത്ത ഒരു വിധത്തിലാണ്. പിന്നെ കുറച്ച് ഒടിവുകളൊക്കെയാണ് നമ്മളെ ഫ്രണ്ടിലൊക്കെ ആയിട്ട് കണ്ടത്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ഈ ഒരു റൂട്ടിലൂടെ നമുക്ക് വണ്ടിയായിട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മളെ മുന്നിലൊക്കെ കാണുന്ന ഈ ഒരു കാഴ്ചകൾ ഒന്നും പറയാനില്ല, അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. ഈ ഒരു ബന്ദിപ്പൂർ മുതുമല ടൈഗർ റിസർവിലൊക്കെ കടന്ന ശേഷം നമ്മൾ ഒരുപാട് മാൻകൂട്ടങ്ങളെ കാണാൻ പറ്റി. ഇപ്പോൾ ഒരു മഴ പെയ്തൊരു സീസൺ ആയതുകൊണ്ട് തന്നെ പുല്ലൊക്കെ ധാരാളം ഉള്ളതുകൊണ്ട് റോഡിൻ്റെ സൈഡിൽ തന്നെ മാനുകളൊക്കെ ഇഷ്ടം പോലെ നമുക്ക് കാണാം. മസ്സിനഗുഡി ഭാഗത്തേക്ക് കുറച്ച് പോയ ശേഷം തിരികെ നമ്മൾ വീണ്ടും മുതുമല ടൈഗർ റിസർവിലൂടെ ഗൂഡല്ലൂർ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മഴക്കാലത്ത് നമ്മൾ ഒരു തവണയെങ്കിലും ഈ ഒരു ഫോറസ്റ്റിലൂടെ യാത്ര ചെയ്തിരിക്കണം. ഇവിടുത്തെ കാഴ്ചകൾ ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല. ഇപ്പോൾ നമ്മൾ മുതുമല ടൈഗർ റിസർവിൻ്റെ എൻട്രി ചെക്ക് പോസ്റ്റിലേക്ക് അടുക്കാറായി. ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തായിട്ട് കാടിനുള്ളിൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഒരു ആനയെ കാണാം.
അങ്ങനെ നമ്മൾ മുതുമല ടൈഗർ റിസർവിൻ്റെ ചെക്ക് പോസ്റ്റ് കടന്ന് നമ്മളിപ്പോൾ തോറേപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു യാത്ര ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു അനുഭവമായിരുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.